വനം നിയമ ഭേദഗതിക്കെതിരെ മാർച്ച് നടത്തുന്ന നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ മലയോര മേഖലയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷൻ മെഹബൂബ് പറഞ്ഞു. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന് മലയോര കർഷകരെ ദ്രോഹിച്ചത് പി.വി. അൻവറാണെന്നും അദ്ദേഹം ആരോപിച്ചു. മലയോര കർഷകർ കുടിയൊഴിഞ്ഞു പോവേണ്ടി വരുമെന്നതിനാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശ്വം വനമന്ത്രിയായിരിക്കെ പരസ്യമായി പ്രഖ്യാപിച്ച നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആര്യാടനെ തടഞ്ഞ് കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന് മലയോര കർഷകരെ ദ്രോഹിച്ചത് പി.വി. അൻവർ എം.എൽ.എ. ആണെന്ന് മെഹബൂബ് പറഞ്ഞു. വനം നിയമ ഭേദഗതി, വന്യജീവി ആക്രമണങ്ങളിൽ നടപടിയെടുക്കാത്ത സാഹചര്യം എന്നിവയ്ക്കെതിരെ കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ജനുവരി 5 മുതൽ 10 വരെ നിലമ്പൂർ മേഖലയിലെ വിവിധ ഇടങ്ങളിൽ കർഷക സദസ്സുകൾ നടത്തും. നിലമ്പൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി, 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും ചാലിയാർ പഞ്ചായത്തുമൊക്കെ ഉൾപ്പെടുന്ന നിലമ്പൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ജനുവരി മാസം 3-ാം വാരത്തിൽ വഴിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്ക് DFO ഓഫീസിലേക്ക് കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ലോങ് മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ പ്രത്യേകിച്ചും വനവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന മലയോര മേഖലയിൽ അനുദിനം വന്യമൃഗശല്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മന്ത്രിസഭ അംഗീകരിച്ച് നിയമം പാസാക്കിയെടുക്കാൻ പോകുന്ന 1961 വനനിയമം ഭേദഗതി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലമ്പൂർ മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. നിലമ്പൂരിലെ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിക്കുന്ന വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകല്ല് തുടങ്ങി നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി മാസം 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വിപുലമായിട്ടുള്ള കർഷക കൂട്ടായ്മ വിളിച്ചു ചേർക്കും. ജനുവരി മാസം 3-ാം വാരത്തിൽ നടക്കുന്ന ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രചരണാർത്ഥം നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ നേതൃത്വം കൊടുക്കുന്ന വഴിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള, അതുപോലെ തന്നെ അസംബ്ലി നിയോജകമണ്ഡലത്തിലെയും ചാലിയാർ പഞ്ചായത്തിലെയും വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹന പ്രചരണ ജാഥ നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. ജനുവരി അവസാന വാരത്തിൽ നടത്തുന്ന DFO ഓഫീസിലേക്കുള്ള ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം 15, 16 തീയതികളിൽ മണ്ഡലത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.